എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഷോപ്പിംഗ് വ്ളോഗാണ്. ദേ ഓണം എത്തിയിട്ട് അപ്പോൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്, ഓണക്കോടി എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനും എൻ്റെ മക്കളും പിന്നെ ഏട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഏട്ടുള്ള ദിവസം പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എടുത്താലേ എനിക്കത് അടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ വേഗം പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് കുത്താമ്പുള്ളിക്ക് പോകാമെന്നായിരുന്നു. കുത്താമ്പുള്ളി പോയിട്ട് എടുക്കാനായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ പോകാൻ തന്നെ നമുക്ക് വണ്ടിക്ക് തന്നെ ഒരു ചാർജ് ആവും. ആ കാശുണ്ടെങ്കിൽ നമുക്കൊരു ജോഡി ഡ്രസ്സ് എടുക്കാം. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വെച്ചെന്ന് ശരി നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു കട ഉണ്ട്, ഞാൻ കാണിച്ചു തരാം എന്നുള്ളത്. അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മാമൻ്റെ വണ്ടിയിലാട്ടോ പോകുന്നത്. മാമൻ്റെ വണ്ടിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുട്ടൻ എന്തോ ഒന്ന് പറഞ്ഞിട്ട് എന്നോട് പിണങ്ങിയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അവന് തൊട്ടനും പിടിച്ചതിനൊക്കെ പിണക്കാട്ടോ. എന്തോ ഒരു കാര്യത്തിനാണ് പിണങ്ങിയിട്ടിരിക്കുന്നത് കേട്ടോ. ഈ പോകുന്ന സമയത്ത് നമ്മുടെ അകമല ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അകമല അമ്പലം. അപ്പോൾ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് വടക്കാഞ്ചേരിയിലുള്ള പുതുമേലിക്കാണ് കേട്ടോ. മിക്കതും ഞാൻ ഈ ഒരു കട നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. മിക്കതും ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കാറ്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പുതുമേൽ, നല്ല തിരക്കും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ഞാൻ മ്യൂസിക് ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ബഹളമാണ് കേട്ടോ. അവസാനം ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. എല്ലാം വാങ്ങിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി 2-3 കൂടി വാങ്ങാനുണ്ട്. അത് വിട്ടതല്ല, അതിന് പിന്നെ വാങ്ങാന്ന് വെച്ചിട്ടായിരുന്നു. ദേ ഈ ഒരു ബാഗിൽ മൊത്തം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഓണക്കോടിയാണ് കേട്ടോ. അവരുടെ ബാഗാണ്, പുതുമ എന്നൊക്കെ ഇതിലൊരു ബാഗാണ് കേട്ടോ. ആദ്യമൊക്കെ അവർ കവറായിരുന്നു, കവറും കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവരിങ്ങനെ ബാഗൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മുടെ ഓണക്കോടിയാണ്. വലിയ എമൗണ്ട് ഒന്നുമല്ല, ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ടുള്ള ഒരു ഓണക്കോടി പർച്ചേസിങ് ആണ്. ആദ്യം നമുക്ക് മക്കൾക്ക് വാങ്ങിച്ചിട്ടുള്ള ഓണക്കോടി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചൂട്ടന് വാങ്ങിച്ചിട്ടുള്ള ഓണക്കോടി. ഷർട്ടാണ്. ഞാൻ മറ്റേ കഥകളിയുടെ പ്രിൻ്റൊക്കെ വരുന്ന ആ മോഡലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ നോക്കിയിട്ട് പക്ഷെ അത് കുറേ കാലം ഈട് നിൽക്കില്ല, ആ പ്രിൻ്റൊക്കെ പോവും. അപ്പോൾ പിന്നെ നമുക്കത് യൂസ് ആവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, എന്നാൽ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇതാകുമ്പോൾ അവർക്ക് എവിടേക്ക് പോകുമ്പോൾ വേണമെങ്കിലും ഇടാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ആയിക്കോട്ടെ വിചാരിച്ചു. എനിക്ക് ഈ ഒരു കളർ ഷർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അതിനൊപ്പം തന്നെ ഒരു ജീൻസ് പാൻറ്റും അവൻ എടുത്തിട്ടുണ്ട്.
കിച്ചുണ്ണും സെയിം ഷർട്ട് തന്നെയാണ് കേട്ടോ, സെയിം കളർ സെയിം ഡിസൈൻ എല്ലാം സെയിം തന്നെയായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ, മക്കൾക്ക് ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏട്ടന് ഇഷ്ടമല്ല, ഏട്ടന് തിരിച്ചാണ്. കിച്ചുണ്ണും നമ്മൾ പാൻറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്, ജീൻസിൻ്റെ തന്നെ. അവൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞതാ കേട്ടോ, അമ്മ ഉണ്ണിച്ച് പാൻറ്റ് വേണം, ഉണ്ണിക്ക് എന്ത് ഡ്രസ്സാണ് വേണ്ടത് വെച്ചാൽ പാൻറ്റ് വേണം എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിച്ചുണ്ണും പാൻറ്റും ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ചേച്ചറ മോന് വേണ്ടിയിട്ട് വാങ്ങിച്ചാട്ടോ, കണ്ണൻ ഞാൻ ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, കണ്ണന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണിത്. സെയിം അതന്നെ നമ്മുടെ അച്ചുണ്ണിയും കിച്ചുണ്ണിയും സെയിം അതേ മോഡൽ കേട്ടോ. അവിടെ പോയപ്പോഴും നമുക്കിതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ഒരേപോലത്തെ വേണം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അവനും അത് തിരഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ഡിസൈനൊക്കെ ഒരു വർക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഷർട്ട് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അവന് അതിലേക്ക് പാൻറ്റോ അല്ലെങ്കിൽ ട്രൗസറോ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഭാഗം അവനുള്ള ഓണക്കോടിയാണിത്. ഇത് ഏട്ടന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഏട്ടന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഈ ഒരു ഷർട്ടും ഈ ഒരു ഇതൊക്കെ ഇഷ്ടമായി. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലൊരു എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, നമ്മുടെ തെയ്യത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഈ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇത് ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഇത്. മുണ്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഷർട്ട് മാത്രം. മുണ്ട് പിന്നെ ഓൾറെഡി വീട്ടിൽ കുറേ ഉള്ള കാരണം പിന്നെ മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഷർട്ട് മാത്രമേ എടുത്തുള്ളൂ. ഇത് ഏട്ടൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു സെറ്റ് മുണ്ട്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും അമ്മൂമ്മയ്ക്കൊരു സെറ്റ് മുണ്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഒരെണ്ണെടുത്തു. ഇനി കാണിച്ചു തരുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഓണക്കോടിയാണ് കേട്ടോ. അതായത് ഏട്ടൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും വാങ്ങിച്ചിട്ടുള്ള ഓണക്കോടിയാണ്. 2 പേർക്ക് ഞാൻ സെയിം ആണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത്. 2 ആൾക്കും ഒരേപോലത്തെ, ചെറിയ എന്തൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ കുറേ തപ്പിയതിന് ശേഷം എനിക്ക് എൻ്റെ കണ്ണിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു 3 പീസ് സെറ്റ്. നല്ല ഒരു 3 പീസ് സെറ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇവർക്ക് 2 പേർക്കും ഒരേപോലത്തെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അടുത്തത് കാണാൻ പോകുന്നത് എനിക്ക് വാങ്ങിച്ചിട്ടുള്ള ഓണക്കോടിയാണ് കേട്ടോ. ഞാൻ കുറേ തപ്പിയിട്ടുള്ളൊരു സെറ്റ് കൊണ്ടാണ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് മതി എനിക്ക് ഇപ്രാവശ്യം ഓണത്തിന് എന്ന് മനസ്സിലിങ്ങനെ ഇതാക്കിയിട്ട് വെച്ചിട്ടുള്ളൊരു മോഡലായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ റെഡാണ് ഞാൻ കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ബ്ലാക്ക് അല്ലേ, ഇതിൻ്റെ റെഡ് ഉണ്ട്, അതാണ് ഞാൻ നോക്കിയത്. പക്ഷെ അതൊരു കടയിലും ഇല്ല കേട്ടോ. അപ്പോൾ ബ്ലാക്കാണ്. ഇതിൻ്റെ നീല ഉണ്ടായിരുന്നു, പക്ഷേ ഏട്ടന് നീല ഇഷ്ടമായില്ല, ഏട്ടൻ കറുപ്പ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ഓണക്കോടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. എനിക്ക് ഈ സെറ്റ് മുണ്ട്, സെറ്റ് സാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഓണക്കോടി. ഇനിയും വാങ്ങാനുണ്ട് കേട്ടോ, അതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇപ്പോൾ ഇത്രേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഓണം ഷോപ്പിങ്ങിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.